നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള ഗവർണറെ പുകഴ്ത്തി ലേഖനമെഴുതിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പണികൊടുത്തു. സർക്കാരും മുഖ്യമന്ത്രിയുമായി സ്വരചേർച്ചയിൽ തുടരുന്ന ഗവർണറെ അനുകൂലിച്ച് ഗോവിന്ദൻ മാസ്റ്റർ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിന്റെ ഇംഗ്ലീഷ് കോപ്പി പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ചു. ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് വ്യത്യസ്തരാവാൻ ശ്രമിക്കുന്ന പുതിയ ഗവർണർക്ക് ഗോവിന്ദൻ മാസ്റ്ററുടെ ലേഖനം തലവേദനയാകാനാണ് സാധ്യത. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ മൂന്നിരട്ടി ശക്തിയിൽ ഇടിക്കാനാണ് RSSകാരനായ ആർലേക്കറെ കേന്ദ്രം കേരളത്തിൽ നിയമിച്ചത്. എന്നാൽ പുതിയ ഗവർണറുടെ പ്രവൃത്തിയിൽ അസഹ്യരായി മാറിയിരിക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വം. ചുരുക്കത്തിൽ ഗവർണറുമായി ചേർന്ന് പോയിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ വഴിയിൽ കൊണ്ടിട്ട ശേഷം തിരിഞ്ഞോടിയിരിക്കുകയാണ് MV ഗോവിന്ദൻ. ഇതിന് പിന്നാലെ ഗവർണർ VSന്റെ വീട്ടിലെത്തിയതും വാർത്തയായി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടായിട്ടും ഭരണഘടനാ ചുമതല നിർവഹിച്ചുവെന്നും ഇത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വരും നാളുകളിലും സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1.5 മിനിറ്റ് മാത്രം നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ശോഭ കെടുത്തിയില്ല. കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം ആരിഫ് മുഹമ്മദ് ഖാൻ 1.25 മിനിറ്റിൽ ഒതുക്കിയിരുന്നു. 2 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ് ഗവർണർ പ്രസംഗിച്ചത്. ജനസമൂഹത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നിന്നും പിറകോട്ടു പോകില്ലെന്ന വ്യക്തമായ സന്ദേശവും നയപ്രഖ്യാപനത്തിലുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തെ ആഗോള വ്യാപാര ഹബ്ബാക്കുമെന്ന പ്രഖ്യാപനം വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും MV ഗോവിന്ദൻ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഊന്നൽ നൽകിയുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് കഴിഞ്ഞ 17-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടത്തിയത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കാൻ പുതിയ ഗവർണർ തയ്യാറായി. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഗവർണർ തയ്യാറായില്ല എന്നത് സ്വാഗതാർഹമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഗവർണറുടെ ഭാഗത്തു നിന്ന് സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ ഗവർണർ കഴിഞ്ഞ വർഷം പോലും 1.5 മിനിറ്റ് മാത്രം വായിച്ച് നയപ്രഖ്യാപനത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിച്ച കാര്യം പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന്റെ ആദ്യ ദിവസം 2 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഗവർണർ വരച്ചിട്ടത് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ്. അതോടൊപ്പം വരും നാളുകളിൽ കേരളം കൈവരിക്കാൻ പോകുന്ന വികസനത്തിന്റെ മാർഗരേഖ കൂടി അതിലുണ്ട്. 8 വർഷമായി തുടരുന്ന വികസന ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനോടൊപ്പം പാവങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനസമൂഹത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന വ്യക്തമായ സന്ദേശവും നയപ്രഖ്യാപനത്തിലുണ്ട്. നൈപുണ്യ വികസന ഇന്ത്യയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മോദി ഭരിക്കുന്ന രാജ്യത്ത് 5% നൈപുണ്യം ലഭിച്ച തൊഴിൽ സേന. ഈ ഘട്ടത്തിലാണ് ഒരു തൊഴിൽ പഠിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങുന്നത്. ഇത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ്. അതോടൊപ്പം ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ചുവടുമാറ്റവും. വ്യവസായ സൗഹൃദത്തിൽ കേരളം നിലവിൽ 1ാം സ്ഥാനം അലങ്കരിക്കുന്ന സംസ്ഥാനമാണ് എന്ന കാര്യവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത വികസിത രാഷ്ട്രങ്ങൾക്ക് പോലും അപ്രാപ്യമായ ഒരു ലക്ഷ്യത്തിലേക്കാണ് കേരളം മുന്നേറുന്നത്. അതോടൊപ്പം തന്നെ വയനാട് ദുരിതത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന 2 ടൗൺഷിപ്പുകളുടെ പ്രവർത്തനവും 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവും കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള സർക്കാരിന്റെ അനുഭവമാണ് പ്രകടമാക്കുന്നത്. കേന്ദ്ര അവഗണനയുടെ പശ്ചാത്തലത്തിൽ ഈ വിഭാഗം ജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറില്ലെന്ന ശക്തമായ സന്ദേശം നയപ്രഖ്യാപനം നൽകുന്നു. അതിലൊന്ന് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 64,006 പേരെ ഇതിൽ നിന്നും മുക്തരാക്കുമെന്ന പ്രഖ്യാപനമാണ്. മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നവ ഉദാരവാദ നയങ്ങൾ തള്ളിക്കളഞ്ഞ് പ്രായോഗിക ബദലുകൾ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ഇത് ബോധപൂർവം മറച്ചുവെച്ച കേന്ദ്ര വിമർശനം കേരള സർക്കാർ മയപ്പെടുത്തിയെന്ന ആഖ്യാനമാണ് മുഖ്യധാര മാധ്യമങ്ങൾ നൽകിയത്. മനോരമ ഉൾപ്പെടെ നയപ്രഖ്യാപന പ്രസംഗം 1-ാം പേജിൽ പോലും നൽകാൻ തയ്യാറായില്ല. ഉൾപേജിൽ നൽകിയ വാർത്തയിലാകട്ടെ കേന്ദ്രത്തോട് മയമെന്നും വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലെന്നും തട്ടിവിട്ടു. ഇതേ ആഖ്യാനമാണ് മാതൃഭൂമി ആയാലും മാധ്യമമായാലും സ്വീകരിച്ചത്. കേരള കൗമുദി മുഖ്യ വാർത്തയാക്കിയെങ്കിലും ഇനി അനുനയം എന്ന് മറ്റു മാധ്യമങ്ങളുടെ തെറ്റായ ആഖ്യാനമാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രവുമായി ഒരു തരത്തിലുമുള്ള യോജിപ്പും LDFനോ CPMനോ ഇല്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനുള്ള പ്രധാന കാരണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്
എന്നതുകൊണ്ടാണ്. സംസ്ഥാന സർക്കാരിന് അർഹമായ സാമ്പത്തിക സഹായം പോലും നൽകുന്നതിൽ നിന്ന് കേന്ദ്രം മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് പ്രശ്നം. അതോടൊപ്പം ഗവർണർ പദവി ഉപയോഗിച്ച് സുഗമമായി ഭരണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് പിണറായി വിജയൻ സർക്കാർ എതിർക്കുന്നത്. ഇക്കാര്യം ഈ വർഷത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മറയില്ലാതെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കാടടച്ച് തെറി പറയുന്ന MV ഗോവിന്ദന്റെ പുകഴ്ത്തലിൽ ഗവർണർ നിന്നുകൊടുത്തതാണ് കേന്ദ്ര സർക്കാരിന്റെ വിഷയത്തിനുള്ള കാരണം. ഗോവിന്ദന്റെ 6 ഏക്കർ വാഴ്ത്തലിന്റെ വീഡിയോ സഹിതം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കാതലായ ചില മാറ്റങ്ങൾക്കായിരിക്കും ഇത് തുടക്കം കുറിക്കുക. ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടുകൾ എന്ന കാര്യം കേരളത്തിലെ എല്ലാ BJP നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ നീക്കങ്ങളും BJP കേന്ദ്ര നേതൃത്വം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ പിണറായിയുമായി നടത്തിയത് ഒറ്റയാൾ പോരാട്ടമാണ്. കേരളത്തിലെ BJP ദുർബലരാണെന്ന് കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ BJPക്ക് വേണ്ടി പിണറായിയോട് മല്ലിടാൻ കേന്ദ്ര നേതൃത്വം കരുതി വെച്ചത് ഗവർണറെയാണ്. എന്നാൽ 5 കൊല്ലത്തിനപ്പുറം ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ നിലനിർത്താൻ കഴിയില്ല. അദ്ദേഹം കേരള BJPക്ക് നൽകിയ സംഭാവനയ്ക്കുള്ള പ്രത്യുപകാരമായാണ് ബീഹാർ ഗവർണർ സ്ഥാനം അദ്ദേഹത്തിന് നൽകിയത്. ആർലേക്കറിനെ കേരളത്തിലേക്ക് അയച്ചത് അമിത്ഷായാണ്. അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഗോവ സ്വദേശിയായ ആർലേക്കർ RSSലൂടെ വളർന്നു വന്ന നേതാവാണ്. ദീർഘകാലം RSS പ്രചാരകായി പ്രവർത്തിച്ചിരുന്ന ആർലേക്കർ 1989ലാണ് BJP അംഗത്വം എടുക്കുന്നത്. ഗോവ BJP ജനറൽ സെക്രട്ടറി, ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ പട്ടികജാതി പിന്നോക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല BJP നേതാക്കളുമായി പുതിയ ഗവർണർക്ക് അടുത്ത ബന്ധവുമുണ്ട്. 2002 ഗോവ നിയമസഭാ അംഗമായി. 2014 മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മികാന്ത് പർസേക്കർ മുഖ്യമന്ത്രിയായി. ആർലേക്കർ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഗോവ നിയമസഭയെ രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി പ്രഖ്യാപിച്ചത്. 2015 മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗോവയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു. BJP കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആർലേക്കർ മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ്. എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേക്കർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിയത് കൊണ്ടല്ല, ജനങ്ങൾ ആയുധമെടുത്തതുകൊണ്ടാണ് എന്നായിരുന്നു ആർലേക്കറുടെ വിവാദമായ അവസാനത്തെ പ്രസ്താവന. ഡിസംബർ 22 ഗോവയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ആർലേക്കറുടെ പ്രസ്താവന. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആർലേക്കർ പറഞ്ഞു. JNU വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശം ആർലേക്കർ നടത്തിയിരുന്നു. ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട നിതീഷ് കുമാർ സർക്കാരുമായി ആർലേക്കർ കൊമ്പുകോർത്തിരുന്നു. 1 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത് എന്നാണ് K സുരേന്ദ്രന്റെ പ്രതികരണവും വിരൽ ചൂണ്ടുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ശൂന്യമാക്കിയതെല്ലാം ആർലേക്കർ നികത്തും. ഇത്തരം ഒരു പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ മങ്ങലേറ്റത്. മുഖ്യമന്ത്രി ഭാര്യ സമേതം രാജ്ഭവനിൽ എത്തിയതും വാർത്തയായി മാറിയിരുന്നു. രാജ്ഭവനിൽ ഭാര്യയ്ക്കൊപ്പം കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ മുഖ്യമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രഭാത സവാരിക്ക് ക്ഷണിച്ചു. രാജ്ഭവനിൽ നടക്കാൻ പറ്റിയ അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴായിരുന്നു ഗവർണറുടെ ക്ഷണം. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിവെച്ച ഗവർണർ രാജ്ഭവനിലേത് നല്ല അന്തരീക്ഷമാണെന്നും ഒരുമിച്ച് നടക്കാമെന്നും പിണറായിയോട് പറഞ്ഞു. രാജ്ഭവനിൽ ഗവർണറും കുടുംബവുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച 25 മിനിറ്റ് നീണ്ടു. മുൻപ് മലയാളിയായ CV ആനന്ദബോസ് ബംഗാൾ ഗവർണറായി ചുമതലയേറ്റപ്പോൾ സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി അടുത്ത സൗഹൃദം സ്ഥാപിച്ച ഗവർണർ രാജ്ഭവനിലേക്ക് മമതയെ ക്ഷണിച്ചു വരുത്തി. തിരികെ മുഖ്യമന്ത്രിയുടെ വസതിയിലും ഗവർണർ എത്തി. ഇക്കാര്യം ബംഗാളിലെ BJP വൻ വിവാദമാക്കി മാറ്റി. ഇതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഗവർണറെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഗവർണർ സ്വയം മാറി. അങ്ങനെയാണ് ബംഗാൾ മുഖ്യമന്ത്രിയുടെ 1ാം നമ്പർ ശത്രുവായി ബംഗാൾ ഗവർണറായത്. ഒടുവിൽ മമതയും ബോസും സ്ത്രീ പീഡനത്തിന്റെ പേരിൽ വരെ കൊമ്പുകോർത്തു. പുതിയ ഗവർണർ എത്തിയതിൽ വലിയ ആശ്വാസമാണ് പിണറായി അനുഭവിക്കുന്നത്. പുതിയ ഗവർണറുമായി കോർക്കാൻ പിണറായി തയ്യാറല്ല. ഗവർണറും രാജ്ഭവനും ആവശ്യപ്പെടുന്ന എല്ലാം നൽകാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഗവർണർ കേരളത്തിലെത്തിയ ദിവസം പഴയ ഗവർണറുടെ ക്യാമ്പിലുണ്ടായിരുന്ന പോലീസുകാരെ സർക്കാർ മാറ്റിയിരുന്നു. ഇക്കാര്യം അറിഞ്ഞയുടൻ ഗവർണർ ക്ഷുഭിതനായി. പഴയ ഗവർണർക്കൊപ്പം നിന്ന പോലീസുകാരെ എന്തിനു വേണ്ടിയാണ് മാറ്റിയതെന്ന് ചോദിച്ചു. പേടിച്ച സർക്കാർ തീരുമാനം പിൻവലിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പം നിന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ് പുതിയ ഗവർണർ നിയമിച്ചത്. അതിലും സർക്കാർ ഗവർണർക്ക് കീഴടങ്ങി. ഇങ്ങനെ ഒരു ഗവർണറെയാണ് പിണറായി പ്രതീക്ഷിച്ചത്. അത് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ MV ഗോവിന്ദൻ ഇതൊന്നും സഹിക്കുന്നില്ല. അദ്ദേഹം പിണറായിയെ കുഴിയിലാക്കാനുള്ള കൊട്ടേഷൻ
പൊസിഷനാണ് എടുത്തിരിക്കുന്നത്. താൻ ഗവർണറെ അനുകൂലിച്ച് പാർട്ടി പത്രത്തിൽ ലേഖനം എഴുതിയാൽ കേരളത്തിലെ BJP നേതാക്കൾ വെറുതെ ഇരിക്കില്ലെന്ന് അറിയാത്തയാളല്ല MV ഗോവിന്ദൻ. പരിണിത പ്രജ്ഞനായ നേതാവാണ് MV ഗോവിന്ദൻ. അദ്ദേഹം കേന്ദ്രത്തിലും കേരളത്തിലുമുള്ള BJP-കാരെ പ്രകോപിപ്പിച്ച് പിണറായി ഇല്ലാതാക്കുമെന്ന് വേണം കരുതാൻ. പിണറായിക്കും അപകടം മണത്തിട്ടുണ്ട്. MV ഗോവിന്ദന്റെ ഉദ്ദേശം വ്യക്തമാണെങ്കിൽ നയപ്രഖ്യാപനം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു ലേഖനം അദ്ദേഹം എഴുതുമായിരുന്നില്ല. ആനന്ദബോസിന്റെ അവസ്ഥയിൽ ആർലേക്കർ എത്തുമോ എന്ന് അറിഞ്ഞാൽ മതി. ആനന്ദബോസ് അന്ന് കഷ്ടിച്ച് പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. മുൻ ഗവർണറും പുതിയ ഗവർണറുടെ നീക്കങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാതിരിക്കില്ല. പുതിയ ഗവർണർ CPM-ന് വേണ്ടപ്പെട്ടവനായാൽ തീർച്ചയായും കേന്ദ്രം ഇടപെടും. കാരണം CPM-നെ വളർത്തുകയല്ല BJP-യുടെ ലക്ഷ്യം. കോൺഗ്രസ് ആണ് BJP-യുടെ ശത്രുവെങ്കിൽ CPM-നെയും BJP-ക്ക് ഇല്ലാതാക്കണം. അതിന് ഗവർണർ CPM-കാരനായാൽ കഴിയില്ല. ഏതായാലും പിണറായിയും ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം വഷളായി മാറിയിരിക്കുകയാണ്. നാളെ ഗവർണർ പിണറായിക്ക് എതിരായാൽ അത് ഗോവിന്ദന്റെ തലയിലിരിക്കുമെന്ന് ചുരുക്കം.